ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 21 ഡേയ്സ് നീറ്റ് ടെക്നിക് ചാലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഒരു ക്വിക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം കുറേ പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ പല കോമൺ ആയിട്ടുള്ള പല ഡൗട്ട്സുകളും കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യണം. നമ്മുടെ ചാലഞ്ചിന് തന്നെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരുപാട് പേര് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് പലരും കോൺടാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഫുള്ളായി പോയി, ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. മറ്റൊന്ന്, നമ്മൾ ബീഫ് സ്ക്വാഡിന്റെ പ്രൈസസ്, അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് സ്ക്വാഡ് എന്താണെന്ന് ഞാൻ പറയാം. ഇത് നമ്മളൊരു 3 years മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ഫിറ്റ്നസ് കമ്പനിയാണ്, ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബ്ബാണ്. ഞാനും എൻ്റെ പാർട്ണറായിട്ടുള്ള നിഷയും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 3 years ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആണ്. നമ്മൾ ഏകദേശം ഒരു 5,000+ ഫീമെയിൽസിനെ നമ്മൾ, അതായത് അക്രോസ് ഗ്ലോബ്, ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് മലയാളീസ്, 90% മലയാളീസ് തന്നെയാണ്. അവരെ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഐഡിയൽ വെയിറ്റിൽ എത്താൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വെയിറ്റ് ലോസിന് വേണ്ടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു റുട്ടീനിലൂടെ പോകുക അങ്ങനെയൊന്നുമല്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ബീഫ് സ്ക്വാഡിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് സ്ക്വാഡിന് നിങ്ങളിപ്പം എന്താ പറയുക, ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ അറിവുകളോടും കൂടിയായിരിക്കും നിങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം നമ്മളിപ്പം ഓണം ഓഫേഴ്സ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് 4 weeks പ്ലാനുകൾ ഉണ്ട്, 3 months പ്ലാൻ ഉണ്ട്, 3+1 ഓഫർ ഉണ്ട്. അങ്ങനെ പല പ്ലാൻസ് ആയിട്ടാണ്, പല പാറ്റേൺസ് ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പ്ലാൻസ് പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണം ഓഫർ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ഓണം ലക്കി ഡ്രോയിലേക്ക് ഒരു ഫ്രീ എൻട്രിയും കൂടെ കിട്ടുന്നതായിരിക്കും. ഈ വരുന്ന 25th വരെ നമുക്ക് ഓണം ഓഫർ റണ്ണിങ് ആണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുക. സെപ്റ്റംബറിൽ നമ്മുടെ കൂടെ, അതായത് കുറച്ചും കൂടെ പേഴ്സണൽ സപ്പോർട്ടോട് കൂടി ഒരു പേഴ്സണലൈസ്ഡ് പ്രോഗ്രാം ആയിട്ട് തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ബീഫ് സ്ക്വാഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി ഫുള്ളായി പോയി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് എന്താ പറയുക മെസ്സേജസ് എനിക്ക് സമയത്ത് വന്നു. ഞാനിപ്പം ഈ സാറ്റർഡേ ഒന്നും ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. ഒരു യൂട്യൂബ് മീറ്റപ്പിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിറ്റി ഫുള്ളായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്, കമ്മ്യൂണിറ്റി ഫുള്ളായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും, ഫോളോ അപ്പ് വീഡിയോസും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാലഞ്ചിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു കാര്യം പോലും വിട്ടുപോകാതെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതിയോ, വേറെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് 2 കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് ആക്ച്വലി ആദ്യം ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഫുള്ളായി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 1025 ആളുകളാണ്. അത്രയും മെമ്പേഴ്സിനെ മാത്രമേ അതിനകത്ത് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ആവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി. പക്ഷേ രണ്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇനി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് ഞങ്ങൾ തിങ്കിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ അതായത് 1025 പേർക്ക് മാത്രമേ പിന്നെയും പറ്റുള്ളൂ. അത്രയും പേർക്ക് വീണ്ടും നമ്മുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ഫുള്ളായി പോയെന്ന് വെച്ചാൽ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ ഞാൻ തന്നിരിക്കുന്ന ഡയറ്റ് തന്നിട്ടുണ്ട്, വർക്ക്ഔട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങൾ അതേപടി ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറേ പേരൊക്കെ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അതായത് ഇതുവരെ വർക്ക്ഔട്ടും ഡയറ്റും ഒന്നും ഫോളോ ചെയ്യാതെ പെട്ടെന്ന്, അതായത് നമ്മുടെ കൂടെ ഇപ്പം ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു 5 kg 10 kg ഒക്കെ കുറച്ചതിന് ശേഷം ഫിറ്റ്നസ് ജേണി കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ എന്തായാലും ഇങ്ങനെയുള്ള ഒരു 1200 മുതൽ 1500 വരെയുള്ള പ്ലാനുകൾ വർക്ക് ആവുന്നതാണ്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഓൾറെഡി ഒരു 10 kg ഒക്കെ കുറഞ്ഞവർക്കാണെങ്കിൽ കുറച്ച് റിസൾട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പം തന്നിരിക്കുന്ന ഒരു വിൻഡോ പ്രകാരം നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഒരു 7:30 ക്ലോസ് ചെയ്യുന്നു, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 10-14 പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ ഒരു 10-14 പാറ്റേൺ എന്ന് പറയുമ്പോൾ 10 hours നമ്മൾ ഈറ്റ് ചെയ്യുന്നു, 14 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു. ഇത് ടീനേജേഴ്സിനാണെങ്കിലും ഫീഡിംഗ് മദേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, 8-16 പാറ്റേൺ ആണ്. 8 hours നമ്മൾ ഈറ്റ് ചെയ്യുക, 16 hours ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഒരു എമൗണ്ട് ഓഫ് വെയിറ്റ് ഒക്കെ കുറച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് ഈ ഒരു 8-16 പാറ്റേൺ. ഈ തന്നിരിക്കുന്ന ഡയറ്റിനെ തന്നെ നിങ്ങൾ ഒരു 8-16 പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഞാൻ തന്നിരിക്കുന്ന ഡയറ്റ് പ്രകാരമുള്ള മെയിൻ മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇടനേരത്തുള്ള സ്നാക്സ് ഒക്കെ നിങ്ങൾ 8 hours ചുരുക്കാൻ നോക്കുക. ഒരു 10 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 6 o'clock ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ. ഇത് ഞാൻ നിർബന്ധം പറയുന്നില്ല, ജസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട് കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി.
എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. അസിഡിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു A16 പാറ്റേൺ പറ്റണമെന്നില്ല. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊന്നും പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സജഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്തു നോക്കാം. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം എന്തായാലും നമ്മളൊരു ടിപ്പിക്കൽ വെയിറ്റ് ലോസ് ഡയറ്റ് എന്നുള്ള രീതിയിൽ 1200 മുതൽ 500 വരെയുള്ള ഒരു ഡയറ്റ് ആണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറ്റ് തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ അതേപടി ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മളുടെ ഡയറ്റ് കുറച്ചും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആവും. ഇപ്പോൾ ഉള്ള 1400 ആണെങ്കിൽ കുറച്ചും കൂടെ കലോറി റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും ഞാൻ തരുന്നത്. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് രാവിലെയും വൈകുന്നേരം എന്തായാലും നമ്മൾ 20 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണം നിങ്ങളുടെ ബോഡി ലിമിറ്റേഷൻസ് കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ്സ് കൊണ്ടാണ് 10 മിനിറ്റ്സേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ മതി. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, നമ്മൾ തീരെ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അറ്റ്ലീസ്റ്റ് ആ ഒരു 20 മിനിറ്റ്സ് വർക്കൗട്ടിൽ 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ 10 മിനിറ്റ്സ് വൈകുന്നേരം നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ ത്രൂ ഔട്ട് ഡേ നമ്മുടെ നീറ്റ് ടെക്നിക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ മറന്നു പോകരുത്. നീറ്റ് ബ്രേക്സ് പ്രോപ്പർ ആയിട്ട് തന്നെ എടുക്കുക. അതിന് യാതൊരുവിധ കോംപ്രമൈസസും ഇല്ല. കാരണം അതാണ് നമുക്ക് ഇത്തവണ റിസൾട്ട് തരാൻ വേണ്ടി പോകുന്നത്. 70% നിങ്ങളുടെ വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പോകുന്നത് ഈ ഒരു നീറ്റ് ബ്രേക്സിലൂടെയാണ്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ തുടക്കത്തിലുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും പ്രോപ്പർ ആയിട്ട് എല്ലാം തന്നെ ചെയ്യും. കുറച്ച് കഴിഞ്ഞാലാണ് മടി വന്ന് തുടങ്ങാം. മടി വരാനേ പാടില്ല. നമ്മൾ ഈ 21 ഡേയ്സ് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ ആ ഒരു എനർജിയോടെ തന്നെ അവസാനം വരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അത്ര മാത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.